യുഎസിന് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനെ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയാണ്. ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചിരുന്നു. ഇതിനെതിരെയാണ് ഖമേനി മുന്നറിയിപ്പ് നൽകിയത്. ഇറാന് നേരെ ഇനിയും ഭീഷണി തുടർന്നാൽ അമേരിക്കയെ ആക്രമിക്കുമെന്നാണ് ഖമേനിയുടെ താക്കീത്. ഇറാനെതിരെ ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കാൻ യാതൊരു മടിയുമില്ലെന്നും ഖമേനി വ്യക്തമാക്കി. 1979 ഇറാനിയൻ വിപ്ലവത്തിന്റെ വാർഷികം ആചരിക്കുന്ന വേളയിൽ സൈനികരോട് സംസാരിക്കുന്നതിനിടെയാണ് ഖമേനിയുടെ പ്രഖ്യാപനം. അമേരിക്ക നമ്മൾക്കെതിരെ സംസാരിക്കുന്നു, നമ്മൾക്കെതിരെ യുദ്ധത്തിന് പദ്ധതി രൂപീകരിക്കുന്നു. ഇനിയും ഇത്തരം ഭീഷണി തുടർന്നാൽ നമ്മൾ തിരിച്ചടിക്കും, ഖമേനി പറഞ്ഞു. അമേരിക്കക്കാർ ലോകത്തിന്റെ പുതിയ ഭൂപടം വരയ്ക്കുകയാണ്. എന്നാൽ അതെല്ലാം കടലാസിൽ മാത്രം ഒതുങ്ങും. കാരണം അതിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല. നമ്മൾ പഠിക്കേണ്ട അനുഭവമാണിത്. ഞങ്ങൾ ചർച്ചകൾ നടത്തി, ഇളവുകൾ നൽകി, വിട്ടുവീഴ്ച ചെയ്തു. പക്ഷെ ഞങ്ങൾ ലക്ഷ്യമിട്ട ഫലം ഉണ്ടായില്ല. മറുവശത്ത് ഒടുവിൽ കരാർ ലംഘനം ഉണ്ടായി, ഖമേനി പറഞ്ഞു. ഇറാന്റെ യുറേനിയ സമ്പുഷ്ടീകരണം ഗണ്യമായി പരിമിതപ്പെടുത്തിയ ആണവ കരാറിൽ നിന്ന് ട്രംപാണ് തന്റെ ആദ്യ ഭരണകാലത്ത് പിന്മാറിയതെന്നും ഖമേനി പറഞ്ഞു. 2021 ട്രംപിന്റെ ഭരണകാലത്ത് ഉപരോധ ഇടവുകൾക്ക് പകരമായി ഇറാന്റെ ആണവ പദ്ധതികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇറാന്റെ ആണവ കരാറുകളിൽ നാഴികക്കല്ലായ 2015 കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയിരുന്നു. അതിനിടെ ഗസ ഒഴിപ്പിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം മിഡിൽ ഈസ്റ്റ് സംഘർഷം ആളിക്കത്തിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ട്രംപിന്റെ നിരുത്തരവാദപരമായ പ്രസ്താവനയ്ക്ക് പിന്നാലെ ലോകം മുഴുവൻ പ്രതിഷേധം നിറയുകയാണ്. ഇപ്പോഴത്തെ ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ ഇറാനിലെത്തി പരമോന്നത നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കളാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച അതീവ പ്രാധാന്യമുള്ളതായാണ് വിലയിരുത്തൽ. 1979 ഇറാനിയൻ വിപ്ലവത്തിന്റെ വാർഷികത്തിൽ പങ്കെടുക്കാനാണ് ഹമാസ് നേതാക്കൾ ഇറാനിലെത്തിയത്. ഹമാസ് നേതാക്കളായ ഖലീൽ അൽ ഹയ്യ, മുഹമ്മദ് ദാർവിഷ്, നിസാർ ഔദല്ല എന്നിവരാണ് ആയത്തുള്ള അലി ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇറാന്റെ തുടർച്ചയായ പിന്തുണയ്ക്ക് ഹമാസ് നേതാക്കൾ നന്ദി പറഞ്ഞു. ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും നിലവിലെ സാഹചര്യങ്ങളും മുന്നേറ്റങ്ങളെയും കുറിച്ചുള്ള റിപ്പോർട്ടും ഹമാസ് നേതാക്കൾ ഖമേനിക്ക് കൈമാറി. നിങ്ങൾ സയനിസ്റ്റ് ഭരണകൂടത്തെ പരാജയപ്പെടുത്തിയെന്നും അത് അമേരിക്കയുടെ പരാജയമാണെന്നും ഹമാസ് നേതാക്കളോട് ഖമേനി പറഞ്ഞു. ഇറാനെതിരായ യുഎസിന്റെ ഭീഷണികൾ രാജ്യത്തെ ബാധിച്ചിട്ടേയില്ല, ഖമേനി വ്യക്തമാക്കി. ഗസയിലെ ജനത മറ്റിടങ്ങളിലേക്ക് പോകണമെന്ന ട്രംപിന്റെ വിവാദ പരാമർശവും ഇറാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഫലസ്തീൻ ജനതയല്ല, ഇസ്രായേലികളെയാണ് ഒഴിപ്പിക്കേണ്ടതെന്നാണ് ഇറാൻ ഇതിനോട് പ്രതികരിച്ചത്. മുമ്പ് പലരും പലസ്തീൻ ജനതയെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവരെല്ലാം പരാജയപ്പെട്ടു. പലസ്തീനെ ഒഴിവാക്കാനാവില്ല, ഒപ്പം പലസ്തീനികളെയും പുറത്താക്കാൻ കഴിയില്ല. പലസ്തീനികൾക്ക് പകരം ഇസ്രായേലികളെ പുറത്താക്കാൻ ശ്രമിക്കുമെന്നാണ് ഇറാൻ ട്രംപിനോട് ആവശ്യപ്പെട്ടത്.